ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഷമാമിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷമാമാണ്. അതാണ് മസ്ക്മെലൻ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷമാമാണ്. അപ്പോൾ ഞാനൊരു ഫുൾ ഷമാമ് അതിൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ തൊണ്ട് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രൂട്ടിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ വലിയ പീസ് എടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്പഞ്ച് പോലെ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ വലുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഷമാമ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഇതില്ലാത്തവർ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഷമാമ് ജ്യൂസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ സ്പെഷ്യൽ ഷമാം ജ്യൂസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഷമാമ് ഫ്രൂട്ടിൻ്റെ തൊണ്ട് ഇതേപോലെ ഫുൾ ഫ്രൂട്ട് കളഞ്ഞതെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ സ്മോൾ പീസസ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഷമാം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ ആൽമണ്ട്സും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റുള്ള ഷമാം സ്പഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല ഫ്രീസ് ചെയ്ത ശേഷം മാത്രം നമ്മൾ കഴിക്കുക. അപ്പോൾ നല്ലോണം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.